ചെറുതോണിയിൽ ബേസിക് ലൈഫ് സ്പോർട്ട് ആൻഡ് ഫസ്റ്റ് എയ്ഡ് ട്രെയിനിംഗ് പ്രോഗ്രാം സംഘടിപ്പിച്ചു. ആസ്റ്റർ മെഡിസിറ്റി, JCI ഇടുക്കി ഗ്രീൻ സിറ്റി, ഗ്ലാഡിയേറ്റർ ജിം എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിലായിരുന്നു പരിശീലന പരിപാടി സംഘടിപ്പിച്ചത്. ഹൃദയാഘാതം സംഭവിക്കുന്ന സാഹചര്യങ്ങളിൽ അടിയന്തരമായി എങ്ങനെ ഇടപെടണം, ഭക്ഷണം തൊണ്ടയിൽ കുടുങ്ങി ശ്വാസം മുട്ടുന്ന അവസ്ഥയിൽ എങ്ങനെ ജീവൻ രക്ഷിക്കാം, വൈദ്യുതാഘാതം, പാമ്പുകടി തുടങ്ങിയ അപകട സാഹചര്യങ്ങളിൽ പ്രാഥമിക ശുശ്രൂഷ എങ്ങനെ നൽകണം തുടങ്ങിയ വിഷയങ്ങളാണ് പരിശീലനത്തിൽ ഉൾപ്പെടുത്തിയത്. ഇത്തരം അടിയന്തര സാഹചര്യങ്ങളിൽ ആംബുലൻസ് എത്തുന്നതിനു മുമ്പ് സാധാരണക്കാർ നൽകുന്ന കൃത്യമായ പ്രാഥമിക ശുശ്രൂഷ പലപ്പോഴും ഒരാളുടെ ജീവൻ രക്ഷിക്കാൻ നിർണായകമാകുമെന്ന് പരിശീലകർ വ്യക്തമാക്കി. ആ ഒരു ക്രിട്ടിക്കൽ സിറ്റുവേഷനിൽ നമുക്ക് എന്ത് നമുക്ക് ചെയ്യാൻ പറ്റും എന്നുള്ള രീതിയാണ്. നമ്മൾ ഡോക്ടേഴ്സ് അല്ല, നഴ്സുമാരല്ല, മെഡിക്കൽ ഫീൽഡിൽ ഒരു ബന്ധവും ഇല്ലാത്ത ആൾക്കാരാണ്. ആ ഒരു സമയം നിങ്ങൾക്ക് പബ്ലിക്കായ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? കാരണം നാളെ ഇത് നമ്മുടെ വീട്ടിലാവാം, റോഡിൽ കൂടെ നടക്കുമ്പോൾ ആവാം, ഏതൊരു സ്ഥലത്തും ആവാം ആണ്. സോ ആ ഒരു സിറ്റുവേഷൻ ആണ് ഞാനിവിടെ പറഞ്ഞു തരാൻ പോകുന്നത്. എന്താ നമുക്ക് ചെയ്യാൻ പറ്റുക? അപ്പൊ അതിന്റെ ഒരു ഇനിഷ്യേറ്റീവ് ആണ്. ഇതുപോലെ തന്നെ ഒരു സെയിം സിനാരിയോ എൻ്റെ ഒരു അവിടുത്തെ ഡോക്ടർ വെളുപ്പിന് 5 മണിക്ക് പുള്ളിക്കാരൻ നടക്കുന്ന ഇടയിൽ പെട്ടെന്ന് കുഴഞ്ഞു വീണു. ആളവിടെ നിന്ന് കിടന്നു. വെളുപ്പിന് 5 മണിയായുണ്ട്. പോകുന്ന ആൾക്കാർ വിചാരിച്ചു എന്തോ കള്ളുപിടിച്ചിട്ട് എന്തോ കിടക്കുന്ന ആളാണ്. ആരും ഒന്നും നോക്കാനും പോയില്ല, തട്ടാനും പോയില്ല. സമൂഹത്തിലെ ഓരോരുത്തർക്കും അടിസ്ഥാന ജീവൻ രക്ഷാ പരിശീലനം അനിവാര്യമാണെന്നും വീടുകളിലും പൊതുസ്ഥലങ്ങളിലും ജോലി സ്ഥലങ്ങളിലും ഇത്തരം അറിവുകൾ ഉണ്ടായിരിക്കേണ്ടത് കാലത്തിന്റെ ആവശ്യമായി മാറിയിട്ടുണ്ടെന്നും പരിപാടിയിൽ പങ്കെടുത്തവർ അഭിപ്രായപ്പെട്ടു. നിരവധി സ്ത്രീകളും പുരുഷന്മാരും കുട്ടികളും പരിശീലനത്തിൽ പങ്കെടുത്തു. പരിശീലനം പൂർത്തിയാക്കിയവർക്ക് സർട്ടിഫിക്കറ്റുകളും വിതരണം ചെയ്തു. JCI ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടികൾക്ക് ആസ്റ്റർ മെഡിസിറ്റിയിലെ ഡോക്ടർമാരും ആരോഗ്യ പ്രവർത്തകരും നേതൃത്വം നൽകി. ഡോക്ടർ സനിൻ ഹനീഫ, EMT ജിനു കൃഷ്ണ, JCI പ്രസിഡന്റ് ഡോക്ടർ നിജോ ജോസഫ, ഗ്ലാഡിയേറ്റർ ജിം ട്രെയിനർ അനൂപ് മാത്യു എന്നിവർ പരിശീലന പരിപാടികൾക്ക് നേതൃത്വം നൽകി. സിറ്റി വിഷൻ ഇടുക്കി.